സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല. 2025 തുടങ്ങി ഏകദേശം 2 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരുപാട് സ്ഥലത്ത് ആന ഇടഞ്ഞ് ഒരുപാട് പേര് മരണപ്പെട്ടിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാനായിട്ട് കണ്ടൻസ് എല്ലാം എടുത്തിങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അഷ്കർ ടെക്കി പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്തത്. ആനപ്രേമികൾ, സൈക്കോ ആനപ്രേമികൾ, അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അത് തെറ്റു പറയാൻ പറ്റില്ല പുള്ളിക്കാരന്. കാരണം അമ്മാതിരിയാണ് ആനപ്രേമികൾ ഇവിടെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. സോ അത് കണ്ടന്റാക്കി ചെയ്യാനിരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ്റെ കണ്ടന്റ് വന്നത്. അപ്പോൾ എന്തായാലും അതിനൊരു റിയാക്ഷൻ വീഡിയോ വേറെ ആളുകൾ ചെയ്യുമെന്ന് എന്തായാലും ഉറപ്പായിരുന്നു. കാരണം അതിൽ കിക്ക്, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി, അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും അതിലുള്ള ആൾക്കാർ എന്തായാലും റിയാക്ട് ചെയ്യുമെന്ന് അറിയായിരുന്നു. സോ അവരുടെ റിയാക്ഷനും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായത്. എന്തായാലും അഷ്കർ ടെക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കാണാം. കുറച്ച് മുമ്പേ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മയിൽ ഒരു വലിയൊരു ഹോളിനകത്തേക്ക് ഒരു ആനയെ കയറ്റിയതിന്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇങ്ങനൊരു മൊമെന്റ് ആദ്യമായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ്. കിക്ക്, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഇന്നലെ നടന്നിട്ടുള്ള മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണിത്. ഈ വീഡിയോയിൽ മെമ്പർഷിപ്പ് വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് കാണാം. മറ്റു ചില ആഘോഷ പരിപാടികളിൽ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് ആനയുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സംഘടനയല്ല ഇത്. ഇതിപ്പം വേറെ ഏതെങ്കിലും ഒരു ആഘോഷ പരിപാടി ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴേക്കും ഒരു 100 ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും വീഡിയോ ഇട്ടേനെ. കണ്ടില്ലേ, ഇതാണ് വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ചാനലൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചു. കാരണം അതിൽ തന്നെ ആ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് ഈ ആനകളുടെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് ആനകളുടെ ഇങ്ങനെ മെരുക്കിയെടുക്കുന്നതും ഈ ആഘോഷങ്ങൾക്ക് കൊണ്ടുവരുന്നതും അതിനെതിരെയൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇടുന്നവർ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചു, ഇങ്ങനെ ചെയ്യുന്നവർ എന്തിന് അവരുടെ പരിപാടിയിൽ ഒരു ആനയെ, അതും ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയക്കകത്ത് എന്തിനു കൊണ്ടുവന്നു എന്ന് ഞാനും ആലോചിച്ചതാണ്. അപ്പം പുള്ളിക്കാരൻ ഇതിൽ പറയുന്നത്, അതായത് അഷ്കർ ടെക്കി മെൻഷൻ ചെയ്ത ആള് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്, അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അരിയണ്ണന്റെ കാര്യമാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും അതിനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ ഒരു റിയാക്ഷൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ കാണാം. എന്തായാലും നമ്മൾ വന്നിട്ട് ന്യായീകരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മൾ വന്നിരുന്നിട്ട് ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്ന കാര്യമോ അങ്ങനെയൊന്നുമില്ല. അഷ്കർ ടെക്കി ചൂണ്ടിക്കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അത് 100% ഞാൻ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യുന്നു. സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിലും അതും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധക്കുറവ്, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. കാരണം അത്രയും വലിയൊരു ഇവൻ്റാണ്. ഇവൻറ്റിൻ്റെ സമയത്ത് ഈ ഒരു ആനയുടെ ഒരു എൻട്രി ലിറ്ററലി നമ്മളെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. നമ്മളതിൻ്റെ ഒരു കോൺസിക്വൻസസ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജീവിയാണ്. ഓക്കെ, ആഫ്റ്റർ ഓൾ ലൈക്ക് എന്താ പറയുക, അത്രയും ആളുകളുണ്ട്. സോ ദാറ്റ്സ് എന്താ പറയുക, ഭയങ്കര ഒരു ശ്രദ്ധക്കുറവിൻ്റെ ഒരു ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മളെ മൈൻഡിൽ നിന്ന് നമ്മളത് മൈൻഡ് ഫ്രീസ് ആയി അല്ലെങ്കിൽ ബ്രെയിൻ ഫെയ്ഡ് ആയി എന്നൊക്കെ പറയില്ല, ആ ഒരു മൊമെൻറ്റിൻ്റെ ഹൈയിൽ അതാണ് സംഭവിച്ചത്. കണ്ടില്ലേ, പുള്ളിക്കാരൻ സിമ്പിളായിട്ട് തെറ്റ് പറ്റിയെന്ന് തന്നെ പറഞ്ഞു. അല്ലാതെ വന്ന് നിന്ന് ഓരോരുത്തരെ പോലെ വന്ന് നിന്ന് അങ്ങ് മെഴുകിയൊന്നുമില്ല. ചെയ്യോ, തെറ്റ് പറ്റിയാൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഈ ആനപ്രേമികളുടെ കമൻസ് ആണ് സഹിക്കാൻ വയ്യാത്തത്. കമൻസ് അവർ ആനയായിട്ടല്ല കാണുന്നത്. അതാണ് മറ്റൊരു പ്രശ്നം. ഇവിടെ പുള്ളിക്കാരൻ വന്നു, അത് തെറ്റാണെന്ന് പറഞ്ഞു. അഷ്കർ ടെക്കി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു. പുള്ളിക്കാരൻ വന്നത് കാരണം പുള്ളിക്കാരൻ ആ സംഘടനയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും ചെയ്തത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. കാരണം പുള്ളിക്കാരൻ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അപ്പം എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റുള്ളൂ. നല്ലൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും എന്തെങ്കിലും പ്രശ്നമാകും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് കോൺഫ്ലിക്റ്റ് ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കി, തെറ്റാണെന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്തു. അഷ്കർ ടെക്കി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ആ കിക്കിൽ പങ്കെടുത്ത ഒരുപാട് പേര് വന്ന് ഇതിനെതിരെ പറയുമെന്നാണ്. പക്ഷേ യെസ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2025 ഫെബ്രുവരി ആയതേ ഉള്ളൂ. ഫെബ്രുവരി മാസത്തിനിടയ്ക്ക് എത്രത്തോളം മരണം ഈ ആന കാരണം. അതായത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നാട്ടുകാരെ ഉപദ്രവിക്കുന്ന ആനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ക്ഷേത്രങ്ങൾക്കും മറ്റു പരിപാടികൾക്കും, മറ്റു പരിപാടിയൊന്നും പറയാനില്ല, ക്ഷേത്രങ്ങളുടെ ആചാരം എന്ന രീതിക്ക് കൊണ്ടുപോകുന്നതാണ് ഈ
ആനയെ കൊണ്ടുപോയി. അതായത് അങ്ങോട്ട് വിളിച്ച് വരുത്തി പ്രശ്നങ്ങൾ വരുത്തുന്നതാണ്. അങ്ങനെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒരു കണക്ക് ഞാൻ ഇവിടെ വയ്ക്കാം. അതായത് 2 മാസമായേ ഉള്ളൂ. 2 മാസത്തിനിടയ്ക്ക് ഇതും കൂടെ കൂട്ടി 6 പേര്, ഏകദേശം 6 പേരാണ്, ഏകദേശമല്ല കറക്റ്റ് കണക്കാണ് പറഞ്ഞേക്കുന്നത്, 6 പേരാണ് 2 മാസത്തിനിടയ്ക്ക് 2025 2 മാസത്തിനകത്ത് 6 പേരാണ് ആനയുടെ അറ്റാക്ക് കാരണം മരിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, കാട്ടിൽ നിന്ന് വന്ന ആനകളല്ല, നാട്ടിലുള്ള ആനകളെ ആചാരം എന്ന പേരിൽ ഓരോ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പരിപാടി നടത്തി ഇങ്ങനത്തെ പ്രശ്നമായി മരിച്ചവരാണ് 6 പേര്. 2025 കണക്ക് പറയുമ്പോൾ 6 പേരാണെങ്കിൽ അതും 2 മാസത്തിനിടയ്ക്കാണ്. 2024 അത് 9 ആയിരുന്നു, 9 പേര്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 മാസമായിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് 6 പേരാണ് മരിച്ചത്. ലാസ്റ്റായിട്ട് ഇവിടെ കൊയിലാണ്ടിയിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ ആന ഇടഞ്ഞതാണ്. 2 ആനകളാണ് ഇടഞ്ഞത്. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടുപോകാം. മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ചു, 31 പേർക്ക് പരിക്കേറ്റു. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, കൊയിലാണ്ടി സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത്. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തുകയും തുടർന്ന് 2 ആനകളും വിരണ്ടോടുകയുമായിരുന്നു. പിന്നീട് ആനകളെ തളച്ചു. അങ്ങേറ്റം ദാരുണമായൊരു അപകടമാണ് കൊയിലാണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാം വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണ്. എന്തിനാണ് ഈ ആചാരം എന്ന പേരിൽ ഈ ആനകളെയൊക്കെ ഈ ആളുകളുടെ ഇടയിലോട്ട് കൊണ്ട് ഇറക്കുന്നത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പണ്ട് ഞാനും ഇതൊരു കൗതുകമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കൊച്ചിലേക്ക് നമ്മൾ എത്ര ചിന്തിക്കാനാണ്? ഈ 100% ലിറ്ററസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യവുമില്ല. വിവരവും കൂടെ വേണം. സീരിയസ്ലി പറയാലോ. കാരണം ആനയെ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തീപ്പന്തം, പടക്കം പോലുള്ള ശബ്ദം, ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ആന ഈ അമ്പലപ്പറമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, ആനയ്ക്ക് എത്രത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും അതൊക്കെയെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾ പറയുന്നത് ഇതൊരു ആചാരമാണെന്ന്. ആനയെ കൊണ്ടുവരുന്നത് എന്ത് ആചാരമാണ്? ഏതോ കാലത്ത് ആരോ എന്തോ ചെയ്തെന്നും പറഞ്ഞാൽ അതെല്ലാം ആചാരമാകും. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുട്ടികളൊക്കെ നടന്നു തുടങ്ങിയ ശേഷമാണ്, അതായത് നടക്കാനൊക്കെ ഏകദേശം ഒരു പ്രാപ്തി ആവുമ്പോഴാണ് നമ്മൾ നഴ്സറിയിലോ LKGയിലോ ആ രീതിയിലുള്ള സ്കൂളിങ് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ഒരു തലമുറയിൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻ ഒന്ന് ആലോചിച്ചോ. ഈ ഒരു തലമുറ നമ്മൾ കുട്ടികൾ നടക്കുന്നതിന് മുമ്പേ ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത ശേഷം കുട്ടികൾ നടക്കാൻ തുടങ്ങി. ഓക്കെ, നോട്ട് ദ പോയിന്റ്. കൊണ്ട് ആക്കിയ ശേഷം പിള്ളേർ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു ജനറേഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ജനറേഷനിൽ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും വിചാരിക്കാൻ പോകുന്നത് എന്തോന്നാണ്? കുട്ടികളെ നഴ്സറിയിൽ ചേർത്താൽ മാത്രമേ കുട്ടികൾ നടക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ ആചാരം എന്ന് പറയുന്നത്. ആളുകളെ ഈ മതത്തിന്റെ പേരിലൊക്കെ ആചാരം അടിച്ചേൽപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആരെങ്കിലും ഏതോ കാലത്ത് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞാൽ മാത്രം മതി, ഒരു എവിഡൻസ് പോലും വേണ്ട. ആനകളെയൊക്കെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിക്രൂരമെന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് അവർ മെരുക്കിയെടുക്കുന്നത്. ഒരിക്കലും ആനകൾ ആളുകളുമായിട്ട്, അതായത് മനുഷ്യരുമായിട്ട് ഇണങ്ങില്ല. അവരെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മെരുക്കിയെടുക്കുന്ന കുറേ വീഡിയോസ്, ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അടിച്ച് അവരുടെ തൊലി പോകുന്ന രീതിക്കാണ് അടിക്കുന്നത്. അടിച്ചിട്ട് അവരുടെ തൊലി പോകുമ്പോൾ ഈ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഉത്സവത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ തൊലിപ്പുറത്തിന്റെ മണ്ടേ കൂടെ കരി അവർ വാരി തേക്കുന്ന എന്തിനാണ്? ഈ മുറിഞ്ഞ ഭാഗങ്ങൾ ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എത്ര ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്നോ, എത്ര. ഞാൻ ഒറ്റ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനകൾക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ 6 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ അറിയിച്ചു. വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. 1.5 മാസത്തോളം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. ശീവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേ നടയിലെ ശീവേലി പറമ്പിലായിരുന്നു സംഭവം. ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പൻ ഉൾപ്പെടെ 2 ആനകൾക്കാണ് പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റത്. കൃഷ്ണ, കേശവൻകുട്ടി, ഗജേന്ദ്ര എന്നീ 3 ആനകളാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിൽ 6 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവരെ എത്രത്തോളം ബ്രൂട്ടലിയാണ് അവരെ മെരുക്കിയെടുക്കാൻ വേണ്ടി ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഈ ആനപ്രേമികൾ ഈ നെറ്റിപ്പട്ടോ ഏന്തി വരുന്ന ആനകളെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ബ്രൂട്ടലി ആയിട്ട് അവരെ ഉപദ്രവിക്കണമൊന്നും നിങ്ങൾ കാണാറില്ലേ? എന്നിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പറയും അതൊക്കെ അവന്റെ കുറുമ്പാണ്, അവന്റെ കുറുമ്പല്ലേ ഇതൊക്കെ എന്നൊക്കെയാണ് ആനപ്രേമികൾ പറയുന്നത്. കുറുമ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആനപ്രേമികൾ അച്ഛനും അമ്മയും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കൊടുക്കുക.
എന്നിട്ട് അവർ കുറുമ്പ് കാണിച്ചിട്ട് പോട്ടെ. നഷ്ടപ്പെടുന്നത് അവർക്കൊന്നും അല്ലല്ലോ. പറയുന്നവർക്ക് അങ്ങ് പറഞ്ഞാൽ മതി എന്തെങ്കിലും. എനിക്ക് പറയാനുള്ളത് ഈ ആനപ്രേമികളോടാണ്. നിങ്ങൾക്ക് ശരിക്കും ഈ ആനകളോട് ഇത്രയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ആചാരത്തിന്റെ പേരിൽ ഇങ്ങനെ ആനയെ എഴുന്നള്ളിക്കാൻ അനുവദിക്കരുത്. അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അതായത് നമ്മൾ സാധാരണ കാട്ടിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഈ തീ ചെകഞ്ഞു വെച്ച ആനകളൊന്നും അടുത്തോട്ട് വരത്തില്ല എന്ന്. അതേപോലെ ആനയെ വിരട്ടി ഓടിക്കാൻ ഉപയോഗിക്കുന്ന പടക്കം, ഗുണ്ട്, ഇതൊക്കെയാണ് ആചാരം എന്ന പേരിൽ അവിടെ പൊട്ടിച്ച് മുഴക്കുന്നത്. എങ്ങനെ ആന ഓടാതിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും ചൂടിന്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഈ തീപ്പന്തം. ആനയ്ക്ക് വിയർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും ഓരോ മണ്ടത്തരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ 100% ലിറ്ററസി എന്ന് പറയുന്ന സാധനം മാത്രമല്ല, കുറച്ച് തലയ്ക്കകത്ത് വിവരവും കൂടെ വേണം. ആനകൾ എന്തുകൊണ്ടാണ് ഇത്രയും വയലന്റ് ആവുന്നതെന്ന് കുറച്ച് റീസൺസ് ഞാൻ ഇവിടെ വെച്ച് തരാം. അതിൽ ലാസ്റ്റത്തെ 2 പോയിന്റ് ഉണ്ട്. ഡിസ്ട്രസ് ആൻഡ് സ്ട്രെസ്, പ്രൊവോക്കേഷൻ. ഈ 2 സാധനങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ 2 സാധനങ്ങളാണ് നമ്മൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ പോയിന്റ് ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചു തരാം. ലൗഡ് നോയ്സസ്, സഡൻ മൂവ്മെന്റ്സ് ഓർ ഗെറ്റിംഗ് ടു ക്ലോസ് ടു ആൻ എലിഫന്റ് ക്യാൻ ബി പെർസീവ്ഡ് ആസ് എ ത്രെറ്റ്, ട്രിഗറിങ് അഗ്രസീവ് ബിഹേവിയർ. കണ്ടോ, ലൗഡ് നോയ്സസ്. എങ്ങനെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ ആന ഇത്രയും അഗ്രസീവ് ആവാതിരിക്കും? കാരണം അത്രയ്ക്ക് ശബ്ദമാണ് അതിന്റെ ചെവിക്കകത്ത് കൊണ്ടുവച്ച് അടിച്ചു മുഴക്കുന്നത്. അതുപോലെ ചൂടും തീയും. ആളുകൾ ഇപ്പോഴും തർക്കിക്കുന്നത് അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് ക്ഷേത്രം നഷ്ടപരിഹാരം നൽകണം. ഈ ഒരു നിയമം കർശനമായിട്ട് കൊണ്ടുവന്നാൽ ഇനി എത്ര അമ്പലത്തിൽ ഈ ആചാരം ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം.